ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഡ്സിൽ കാണാൻ ഇങ്ങനത്തെ ലൈറ്റിംഗ് മൂവ് ആയി കളിക്കണം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കട്ടോ. അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇമേജ് താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. then ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ആ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് പോയാണ്ട് CC ലൈറ്റ് സ്വീപ്പ് അടിച്ചു. അത് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലോട്ട് ഇട്ടു. then ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് നിൽക്കുക. ഇതാണ് ലൈറ്റിൻ്റെ പോയിന്റ് ഇട്ടു. എന്നിട്ട് മുകളിൽ സെൻറ്ററിൽ താഴെ ഉണ്ടാവും കേട്ടോ. അത് എഫക്റ്റ് ഒന്ന് കേൾച്ചാൽ താഴെ ഉണ്ടാവും. പക്ഷെ മുകളിൽ സെൻറ്ററിൽ സ്റ്റോപ്പ് വാച്ച് ഓണാക്കി ഒരു സെക്കൻഡ് നീക്കി കഴ്സർ കൊണ്ടുവച്ചിട്ട് ആ പോയിന്റ് അങ്ങനെ മൂവാക്കി അവിടെ വെച്ച് അപ്പോൾ ലൈറ്റ് ആഡായി. നമുക്ക് ലൈറ്റ് എൻഡ് വരെ നിൽക്കാൻ കണ്ടല്ലോ, താഴോട്ട് പോയി സെൻറ്ററിൽ ആൾട്ട് ക്ലിക്ക് ചെയ്താണ്ട് ആ ക്ലോക്കുമ്പോൾ തന്നെ പ്രസ് ചെയ്യണേ. ഓൾട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ വരും. ലൂപ്പ് നിൽക്കുമ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള സംഭവം വരെ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ കോമിയും ഡോട്ടും ശരിയായിട്ട് മാറിയിട്ട് സോറി ഇതല്ല, ആ ഡോട്ടും പിന്നെ കോമയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ലൂപ്പ് ഔട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ദെൻ എന്ത് ചെയ്യുക, ആ ഡോട്ട്സും ആ സംഭവവും ഇതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ അത് സെലക്ട് ചെയ്യുക. ദെൻ ആനിമേഷൻ ഉണ്ടോ എൻഡ് വരെ ടൈം ലൈൻ എത്ര വരെ നിങ്ങൾ സെലക്ട് ചെയ്ത് അത്ര വരെ ഇങ്ങനെ മൂവ് ആവും 2 കീ ഫ്രെയിമിൽ. എന്നാണ് എക്സ്പ്രഷൻ കൊടുക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീ ഫ്രെയിം എക്സ്പ്രഷൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു. രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് Ctrl+C നോക്കി ഒരു അടുത്ത സെക്കൻഡിൽ കൊണ്ടുപോയി വെച്ച് Ctrl+V കൊടുത്തു. അപ്പം ആ 2 പോയിന്റ് ആഡ് ആയി. അങ്ങനെ നിങ്ങൾക്ക് എത്ര വരെ വെച്ചാൽ അങ്ങനെ പേസ്റ്റ് ചെയ്ത് പോയാലും മതി. അപ്പോൾ ആ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്തൊരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.